ചെയ്തത് തെറ്റായിപ്പോയി. ഉപകാരം ചെയ്യരുതായിരുന്നു, നല്ല കാര്യം ചെയ്യരുതായിരുന്നു. അങ്ങനല്ല, നല്ല കാര്യം ചെയ്യണം. പക്ഷെ ഏത് നല്ല കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കണം. അല്ല, ഇനിയിപ്പോ ഇതിലൊന്ന് ഇടപെടാൻ കൗൺസിലർ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാ. അത് വിട്ടുകിട്ടാൻ കൗൺസിലർ മുൻകൈ എടുക്കണം. ഞാനൊരു ജനപ്രതിനിധിയാണ്. ജനപ്രശ്നങ്ങൾ രഘുവിനേക്കാൾ നന്നായി എനിക്കറിയാം. നാട്ടുകാർക്കൊരു അത്യാവശ്യം വന്നു. അപ്പോ സ്വന്തം വീട്ടുമുറ്റത്തൂടി പോകാൻ ഇദ്ദേഹം സന്തോഷത്തോടെ അനുവദിച്ചു. ചെയ്ത നന്ദി പറഞ്ഞ് പഴയ വഴി ഉപയോഗിക്കുന്നതാ നല്ലത്. വേണ്ട സാർ, നന്ദി പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇതൊരു പ്രശ്നമാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ശരാശരി മനുഷ്യനാണ് ഞാൻ. ഭാര്യ, മകൾ, കുടുംബം. ആ കുടുംബത്തിൽ ഉള്ളതുപോലെ സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതി. ആ സന്തോഷം ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആവശ്യങ്ങളുണ്ട്, അത് തിരിച്ചറിയുന്ന. അത് ശരി. അപ്പൊ സാറ് കാശുള്ളൂന്ന് വശം പറയുകയാണല്ലേ? എനിക്ക് ജീവിക്കാൻ ആവശ്യത്തിന് കാശ് വശം പറഞ്ഞ് കാശ് വാങ്ങേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ വന്നത് ന്യായത്തിന് വേണ്ടി സംസാരിക്കാനാണ്. ഇവിടെ ഇപ്പൊ ന്യായം ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ്, അത് മനസ്സിലാക്കണം. ഓഹോ, അത് ശരി. ഞങ്ങളുടെയും കൂടെ വോട്ട് കൊണ്ടാ സാറ് ജയിച്ചത്. രഘു തന്നൊരു വിലപ്പെട്ട വോട്ട് ഒരു നല്ല വേണ്ടിയല്ലേ ഞാൻ ഉപയോഗിക്കേണ്ടത്. അത് ശരി. അങ്ങനെ എങ്ങനെ? വടാ ഞങ്ങളുടെ സമാധാനം തകർത്തേ അവരടങ്ങും. പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കാം. പ്രിയൊന്നുമല്ല, ന്യായമാണ് ഞാൻ നോക്കുന്നത്. അത് നിങ്ങളുടെ ഭാഗത്താണ്. അതെ, വരട്ടെ. ഏതായാലും ഒത്തുതീർപ്പിന് അവർ നിൽക്കുന്നില്ല. ഇനി അവർക്കിത് എത്രയും വലിയ ഇഷ്യൂ ആയി കാണണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്ന നാട വഴിയുടെ പേരിൽ പോരിന് നല്ല സ്കോപ്പാ. അതെ, ബഹളങ്ങളൊന്നുമില്ലാതെ ഇതൊന്ന് അവസാനിപ്പിക്കണം. ആളുകളെ വിട്ട് അടിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഒരു പ്രശ്നവും അടികൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റൂല. വിട്ടുതരൂ. വരട്ടെ. ഇപ്പൊ സാർ ഇടപെട്ട ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറും. ഞങ്ങളുടെ കുടുംബ പ്രശ്നം ഞങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ശരി, ആവശ്യം വന്ന എന്നെ അറിയിക്കും. വീണ്ടും തുടങ്ങി. എന്താ നോക്കി പഠിപ്പിക്കുന്നത്? യവനെ ഇന്ന് ഞാൻ അളിയ സുന്ദരനല്ലേ? സോടാക്കുപ്പിരി അടപ്പ്. നരട്ടാ, ഊണ് കഴിക്കുന്നില്ലേ? നമ്മളത്തെ കളി സൈക്കിളിൽ പിടിക്കരുത്. സ്ഥലത്തൂടെ അടക്കാൻ പറ്റുന്ന ആരുടെ പറഞ്ഞ ഉമ്മാരുടെ കളിയല്ലേ? സൈക്കിൾ പോയി. നരട്ടാ, ഇല്ലാതെ ഇവിടെ എന്ത് നരട്ടാ? സ്വന്തം വീട് സംരക്ഷിക്കാൻ പറ്റാത്തവൻ ഗൃഹനാഥനാവില്ല. ആദ്യം എന്റെ വീട് രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ. നരട്ടാ, എന്റെ മോളെ കുറിച്ച് ആലോചിക്കാതെ ജയിലിൽ കയറാനാണോ? ഈ പ്രശ്നം ഞങ്ങൾക്ക് വിട്ടാളി. അതെ, ഒരാഴ്ച, ഒരൊറ്റ ആഴ്ച, അത്രേ സമയം ഞങ്ങൾക്ക് താ. അതിലും തീർന്നില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ രീതിക്ക്. ഇവന്മാരെ കൊണ്ട് ഓർത്തരുത്. നരട്ട് സമാധാനമായിട്ടിരിക്കണം. ഏറ്റു ഇതിന് പരിഹാരം ഞാൻ തന്നെ കണ്ടുപിടിച്ചു. വേണ്ട.
അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഭാര്യ ഇട്ടു കൊടുത്തിട്ട് വേണ്ട നരട്ടാ ഒന്നും പ്ലീസ് കിടക്ക് പ്ലീസ് കിടക്ക് ഈശ്വരാ ചേട്ടത്തി അളിയനാ ടെൻഷനിലാണ്. എന്താ പേടി പാവം അതല്ലാതെ നെ കാണാനൊക്കെ ആയിട്ട് ഒരു നല്ല കാര്യം ചെയ്തതിന് കിട്ടിയ പ്രതിഫലം. ചേട്ടത്തി വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും പോകാൻ വേണ്ടി. നരട്ടിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. എന്നിട്ട് ഞാനായിട്ട് തുടങ്ങി വെച്ച പ്രശ്നങ്ങൾ ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. സത്യം പറഞ്ഞ എന്ത് സതിയും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആണെങ്കിലും സഹായിക്കുമായിരുന്നല്ലേ? അതാണ് ചേട്ടത്തി അയൽപ്പക്കക്കാരുടെ വില. നമുക്കൊരു ആപത്ത് വരുമ്പോ ഓടി വരാൻ അയൽപ്പക്കയെ കാണും. അവരെന്ന് വരും? ഒരാഴ്ചയെങ്കിലും കഴിയുന്നല്ലേ പറഞ്ഞു. ഇന്ന് തൊഴി അവനെങ്കിലും വരട്ടെ. ഇന്ന് സൂണന്റെ തനി സ്വരൂപം അവന് കാണിച്ചു കൊടുക്കും. ഇതുവഴി ഭീഷണിയാ. ഇറങ്ങി നോക്ക അപ്പ അറിയാം കൊണ്ട് വേണം കംപ്ലൈന്റ് ചെയ്യിക്കാൻ. കാല് തല്ലി ഓടിക്കണം. അപ്പൊ പോലീസ് വരും. നമുക്ക് അപ്പോഴും പറയാം. ഓ അങ്ങനെ ഞാൻ കാണിച്ചേരടാ. പോയി പോയി അവനെ പറഞ്ഞ നോക്കട്ടെ. ആരെങ്കിലും ഉണ്ടോടാ? ഞാൻ അല്ല അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളേ. ഇതൊക്കെ എന്താ ജനങ്ങൾ വഴി കിടക്കലെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഹലോ 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 ഹലോ, ന്യായം വിടല്ലേ? വീടിന്റെ നടയിൽ വന്നൊന്ന് ന്യായം വിടല്ലേ? പോലെ വന്ന മറ്റുള്ളവരെ പോലെ ആട്ടി ഇറക്കേണ്ടതായിരുന്നു. അതാ രഘു അന്ന് നടക്കാൻ സമ്മതിച്ചപ്പോ രഘു ചില കാര്യങ്ങൾ ഉറപ്പു തന്നിരുന്നു. ഇപ്പൊ റോഡ് പണി പൂർത്തിയായി. ഇനി നിങ്ങൾ നേരായ വഴി കൂടെ നടക്കണം. ഈ വഴി കൂടെ നടക്കുകയാണെങ്കിൽ സമയം ഊർജ്ജം ലാഭിക്കാം. ഹലോ ഹലോ ഹലോ, ഈ വഴി കൂടെ നടക്കാതിരുന്നല്ലേ നല്ല തല്ല് ലാഭിക്കാം. അല്ലേ നോക്കൂ. അല്ലേ നോക്കടാ പോയി. അല്ലേ രഘു വഴക്കൊന്നും ഉണ്ടാക്കണ്ട. പക്ഷെ ചേച്ചി വഴക്കുണ്ടാക്കണമെന്നാണ് നമുക്കും ആഗ്രഹം. പക്ഷെ ഉണ്ടാക്കി ഇറങ്ങുമെന്ന് വെച്ചാ അല്ല അതിപ്പോ മര്യാദയാണെങ്കിൽ മര്യാദ. ആ ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റി. പോട്ടെ പോട്ടെ, ഇനി ആവർത്തിക്കില്ല. എല്ലാരും പോയിക്കോ. അങ്ങനെ വഴിക്ക് വാ. പോട്ടെ ഞങ്ങള്. അല്ല ചേച്ചി കേറുവാ. ആത്തും വിഷമിക്കാതെ നമുക്കൊരു വഴി, എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം. തെറിക്കുത്തരം മുറിപ്പത്തൽ അത്ര തന്നെ. ഇങ്ങോട്ട് വരാതിരിക്കുക, അങ്ങോട്ട് പോകാതിരിക്കുക. അതൊക്കെ കൂടുതൽ ഒക്കെ ആവും. ആവട്ടെ, കേസും വഴക്കൊക്കെ ആവട്ടെ. ഇങ്ങനെ പത്രത്തിൽ അടിച്ചു വരും. അപ്പൊ ഇത് പെടുകയും ചെയ്യും. കോമ്പൗണ്ടിൽ ചവിട്ടുന്ന കാലുകൾ വേദനിക്കണം. വഴിയുണ്ട്. പണ്ട് സമരങ്ങൾക്കൊക്കെ ഈ ട്രാൻസ്പോർട്ട് ബസ് പഞ്ചറാക്കാൻ അണ്ണു വെക്കുമായിരുന്നു. അണ്ണു വെക്കുന്ന പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു. ആ പ്രയോഗമൊക്കെ നമ്മള് വീണ്ടും കൊണ്ടുവരാൻ പോവാ. ഈ അള്ളും കാലിൽ തറച്ച് നിലവിളിച്ചോണ്ട് ഓർണ സീൻ എനിക്കൊന്ന് കാണണം. വാ, വാ, വാ. നിർത്തിത്തരാം. ഇതുവഴിയല്ലേ അമ്മ നടക്കുന്നത്? ഇവിടെ ഇവിടെ ദേ അവിടെ. ഇവിടെ ഇന്നത്തോടെ അവന്മാരെ നടത്ത തീരുമ്പോ തന്നെ ഒരു കുളിര് കയറുന്നു. കുളിര് നേരെ എന്നിട്ട് എനിക്ക് എൻജോയ് ചെയ്യണം. നാരായണ ഭഗവാൻ കാണാൻ എന്നെ ഇട്ടിരുന്നല്ലോ. താങ്ക്സ് താങ്ക്സ്. ഇനി കേട്ടില്ലേ അവിടെ? അവിടെ കിട്ടിട്ടു. ഒരെണ്ണം കൂടെ ഇരിക്കട്ടെ. അയ്യോ ആരുടെ ഇവിടെ ആളുകൊണ്ട്? അയ്യോ അമ്മേ. അയ്യോ
നാത്തൂന്റെ ശബ്ദമില്ലേ? ഈ ആള് കൊണ്ടിട്ട് അവന്റെ തല എടുത്ത് ചേട്ടത് വീണ് കിടക്കണ കണ്ടപ്പോ ഞങ്ങളിട്ട ആളുകളെ കുറിച്ച് ഞങ്ങൾ മറന്നുപോയി. ചില സാഹചര്യം അങ്ങനെ സംഭവിക്കൂ. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഓർക്കൂല. എനിക്കൊരു സൂചനയെങ്കിലും തരണ്ടേ? സസ്പെൻസിൽ വെക്കാന്ന് വിചാരിച്ചു. കാര്യം നടന്ന സന്തോഷത്തിൽ നിൽക്കുമ്പോ ഉപയോഗിച്ച മാർഗം വെളിപ്പെടുത്തി. കൊറേ ദിവസത്തേക്ക് കൊന്നു നടക്കേണ്ടി വരുമല്ലോ ഭഗവാനേ. ആരാ? ആ, അകത്തോട്ട് വാ. അങ്ങോട്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യ. ഇങ്ങോട്ട് വരണം. എന്താ രഘു? പൊതുവഴിയിൽ അള്ളു വെച്ച് ദേഹപുത്രം ഏൽപ്പിച്ചു. നഷ്ടപരിഹാരം കിട്ടും. നോക്ക്, മോളിലെല്ലാം കണ്ടോണ്ടിരിക്കാണ് കേട്ടാ. താഴെ കൂടെ നടക്കുന്നവന്റെ കാലിൽ അള്ളു വെച്ചാലേ മോളിലിരിക്കില്ല. സഹോദര, നിങ്ങളെ പോയി താഴെ ഇവിടെ ഇരിക്കണമെന്ന് കലമ്പ് കാണിക്കുന്നത് കേട്ടോ. ജോലിയെ ജീവിക്കാൻ 2 ദിവസമായി പണിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ക്ലിനിക്കിലും കുറച്ച് കാശായി. എല്ലാം കൂടെ ഒരു 500 രൂപ നഷ്ടപ്പെട്ടു. ഒന്ന് വന്നോട്ടെ പ്ലീസ്, നിങ്ങൾ ഒന്ന് പോണം. സാറ് വന്നാലും വന്നില്ലെങ്കിലും നാളെ കാശ് കിട്ടും. എനിക്കൊരു കാര്യം പറയാം. കുടിച്ച വയറ്റ് കിടക്കണം. കള്ളുകുടിയന്മാര് വരെ വീട്ടിൽ കയറി തുടങ്ങി. കുഞ്ഞേ പോയി കിടക്കാം. അതങ്ങ് കുറ്റിയിട്ടേക്ക്. എന്റെ പൊന്ന് സാറ് ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ വീടാ, ഞങ്ങളുടെ പ്രോപ്പർട്ടിയാ. പ്രമാണം നോക്കണം. മുന്നാധാരമാ കാണേണ്ടത്. ഇവിടെ വഴി ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ആധാരം നോക്കിയാലേ പറയാൻ കഴിയും. അതുമായി വില്ലേജ് ഓഫീസിൽ വരണം. ഇതൊന്നും ന്യായമാണ് സാറേ. ഞങ്ങളുടെ വീട് ഞങ്ങളുടെ സാറാ. മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുവഴി വഴി നടക്കാൻ പറഞ്ഞത്. അതൊക്കെ തഹസീൽദാരോട് പറഞ്ഞാൽ മതി. ഇതിപ്പോ പൊതു പ്രശ്നമാ. 15 വർഷമായി നടക്കുക എന്നാ പെറ്റീഷനിൽ പറയുന്നത്. അതൊന്നും ഞങ്ങളുടെ വകുപ്പിൽപ്പെട്ടതല്ല. 3 ദിവസത്തിനകം വില്ലേജ് ഓഫീസിൽ വരണം. ഒരു ഔദാര്യത്തിന് വേണ്ടി പറഞ്ഞത് നടന്നോളാം. എളുപ്പാവട്ടെ, നല്ല കാര്യമില്ലെന്ന് കരുതി. പക്ഷേ ഇല്ല, സമ്മതിക്കില്ല. ഞങ്ങളുടെ മണ്ണാ സൂടാത്. നരട്ടിന്റെ വീർപ്പ് വീണ അതങ്ങനെ കാണാൻ. ബുദ്ധിപൂർവ്വം നീങ്ങേണ്ട പ്രശ്നമാണിത്. എടുത്തു ചേട്ടൻ പാടില്ല. ചേട്ടന് സമാധാനപ്പെട്. അളിയിലെങ്കിൽ വരട്ടെ സ്റ്റേഷനിൽ നിന്ന്. ചേട്ടത്തി അടുത്ത് ചൂടാവരുത്. നമുക്ക് കോമഡി ഉണ്ടാക്കാം. അവന്റെയൊക്കെ പാട്ട് നമുക്ക് കേൾക്കാം. പിന്നെ ഞാൻ പറഞ്ഞു അയൽവക്കത്ത് ആളില്ലാത്തതിന്റെ വിഷമം. സതി ഉണ്ടായി ഒന്നുമില്ലെങ്കിലും ചേച്ചി ഞാനിവിടുത്തെ കാര്യങ്ങൾ ചേച്ചിക്ക് ഒരു വിഷമം. പക്ഷേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി അങ്ങ് അടുക്കൊന്നുമില്ല. ചേച്ചി അത് തന്നെയാ പറഞ്ഞത്. എന്തോന്നു?